ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 1 പോട്ട് ബീഫ് റൈസ് ആണ്. അപ്പോൾ നല്ല കിട്ടിലും കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. ബീഫൊക്കെ കഴുകി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കുറച്ച് അരിയൊക്കെ കഴുകി ഒന്ന് സെറ്റ് ചെയ്ത് സൈഡിൽ വെക്കാം. ഓക്കെ, അപ്പോൾ കണ്ണൻ്റെ പ്രിപ്പറേഷനാണ് ഇന്നുള്ളത്. ഞാൻ കുക്കിങ്ങിൽ ഇച്ചിരി പുറകോട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഉള്ളിയിൽ തുടങ്ങാം. ഉള്ളി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ കുറച്ച് തക്കാളി, പിന്നെ തക്കാളി ഉള്ളിയൊക്കെ വരുമ്പോൾ തന്നെ എന്തായാലും നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുതിന ഇല, പിന്നെ കുറച്ച് മല്ലിയില, അങ്ങനെയൊക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിങ്ങനെ വീഡിയോ ഇടാൻ കണ്ടന്റ് തപ്പി നടക്കുമ്പോൾ നമ്മൾ അളിയൻ്റെ ഒരു സജഷനായിരുന്നു നമുക്കൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ഫുൾ ലെങ്ത് കുക്കിംഗ് വീഡിയോ വരികയാണ്. അപ്പോൾ ഇത് മാക്സിമം നല്ല ഭംഗിയായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ലൈവ് ഓഡിയോ തന്നെ ഉപയോഗിക്കാമെന്നായിരുന്നു. പക്ഷേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ പാർക്കുട്ടൻ അവളുടെ ഷോയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവളെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനൊരു വോയിസ് ഓവർ കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തേക്ക് എത്തിയത്. അപ്പോൾ നമ്മളെ ബീഫൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പൊടികളും ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ ഈ ബീഫിനെ പറ്റി പറയുമ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ബീഫ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ ടേസ്റ്റ് എനിക്ക് ഇവിടുത്തെ ബീഫിൽ കിട്ടാറില്ല. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ 1 പോട്ട് ബീഫ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇൻസ്റ്റൻറ്റ് പോട്ടിലാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പോട്ട് എന്ന് പറയുമ്പോൾ ഇതൊരു സംഭവമാണ്. പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് പാറുവിൻ്റെ ആ ഡെലിവറിയൊക്കെ ഉള്ള സമയത്തായിരുന്നു. ആ സമയത്ത് നമുക്ക് റൈസ്, പ്രത്യേകിച്ച് ചോറൊക്കെ, എന്നെപ്പോലത്തെ ഒരു വലിയ കുക്കിംഗ് ഒന്നും അറിയാത്ത ഒരാൾക്ക് ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമുള്ള ഒരു സംഭവമാണിത്. കാരണം ജസ്റ്റ് അരി കഴുകിയിടുക, വെള്ളം ഒഴിക്കുക, അടച്ചു വയ്ക്കുക, ഒരു 3-4 മിനിറ്റ് സെറ്റ് ചെയ്യുക, സംഭവം റെഡിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഇൻസ്റ്റൻറ്റ് പോട്ടിലാണ് നമ്മൾ ഇന്ന് ഈ 1 പോട്ട് ബീഫ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഹോട്ട് പോട്ട് ഏകദേശം ചൂടായി സെറ്റായി വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിയും അതുപോലെ തക്കാളി, പിന്നെ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്, പിന്നെ നമ്മുടെ ഇലകൾ, പുതിനയില, മല്ലിയില, അതെല്ലാം കൂടെ ചേർത്ത് മിക്സായിട്ട് ഇപ്പം അതൊന്ന് സെറ്റ് ചെയ്യാണ്.
അപ്പോൾ നമ്മളെ ബേസ് ഏകദേശം സെറ്റായി കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മളെ തേച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് നമ്മൾ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. യെസ്, അപ്പോൾ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബീഫും കൂടെ ഇതിലിട്ടിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പോട്ട് 5 മിനിറ്റ് നേരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതിലെ പ്രഷർ റിലീസ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ബീഫ് എന്ന്. ബീഫൊക്കെ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ വേവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പം ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മളിതിൽ കഴുകി വെച്ചിരിക്കുന്ന അരി നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടി പിടിക്കുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അരി അതിലോട്ട് എന്താ പറയുക ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ അരിയും കൂടെ ഇതിൽ മിക്സ് ചെയ്തു. എന്നിട്ട് വെള്ളം പോരാ എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം മിക്സ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ഒന്നും കൂടെ മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ഇൻസ്റ്റൻറ്റ് പോട്ട് അടച്ചു വയ്ക്കുകയാണ്. നമുക്ക് ടൈം സെറ്റ് ചെയ്യണം. അപ്പോൾ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്തവണ നമുക്ക് 4 മിനിറ്റ് മതി. കാരണം നമ്മൾ സാധാരണ റൈസൊക്കെ വെക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ 4 മിനിറ്റൊക്കെ സെറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ 4 മിനിറ്റ് മതിയായിരിക്കും. നമുക്ക് അത് വെച്ചിട്ട് അടച്ചു വെക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത 4 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് പ്രഷർ റിലീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം പക്കയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ആയിട്ട്. ഓക്കെ, ഓ യെസ്. അപ്പോൾ നമ്മളുടെ 1 പോട്ട് ബീഫ് റൈസ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ കഴിച്ചോ. കാണിച്ചു. എടാ മോനെ, എങ്ങനെയുണ്ട്? How is it? You like it? Is it yummy? ഇവിടെ ക്യാമറ നോക്കി പറ. How is it? It's yummy. Uh-huh. So we mixed everything together, Uh-huh. and then we got to biryani chicken. Biryani chicken? Yes. Nice. So we were waiting for it to get ready. So they go to buy some more girls. Then they come back.
my daddy and my uncle. Uh-huh. Then they started to make. So me and my mom, Yeah. we were starting to watch a film. ഹൗസ് ബിരിയാണി അത് പറ. It was good. Okay. So the biryani Uh-huh. was actually good. So we were waiting for a long time. So then the biryani got ready. So now Uncle's going to feed me. ഓക്കെ. Subscribe our channel and watch more of our video. Awesome. അപ്പൊ നമ്മുടെ ബിരിയാണി സക്സസ്ഫുൾ ആയിരിക്കുന്നു. ബിരിയാണി അല്ല, 1 pot റൈസ് ആണ്. എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട്? പൊളി, ഒരു രക്ഷയില്ല. Guys, അപ്പോ ഇവനാണ് ബിരിയാണി ഉണ്ടാക്കിയത്. നേരെ പിടിക്കും. അപ്പൊ അടിപൊളിയായി കിടിലൻ ബിരിയാണി അല്ല, സോറി, 1 pot റൈസ്. Pot റൈസ്, യെസ്. പൊളിച്ചിട്ടുണ്ട്, അടിപൊളിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. Bye bye. വാച്ചിങ്.